الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന കാര്യങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാം ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹം രചിച്ചിട്ടുള്ള അൽ മൻദൂമത്തുൽ ഹായിയ എന്ന കവിതയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യമായി നാം പഠിച്ചത് വിശ്വാസകാര്യങ്ങൾ സ്ഥിരപ്പെടുത്താൻ നമ്മുടെ പ്രമാണമെന്ന് പറയുന്നത് അത് ഖുർആനും സുന്നത്തുമാണ്. രണ്ടാമതായി നാം മനസ്സിലാക്കിയത് ഖുർആനിൻ്റെ വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാടാണ്. മൂന്നാമതായി നാം മനസ്സിലാക്കിയത് മുഅ്മിനീങ്ങളായ ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഖിയാമത്ത് നാളിൽ അവരുടെ കണ്ണുകൾ കൊണ്ട് അല്ലാഹുവെ കാണുന്നതാണ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാ ഇമാം അവറുകൾ അദ്ദേഹം പറയുന്നു, വഖദ് യുൻകിറുൽ ജഹ്മിയ്യു അയ്ളൻ യമീനഹു വകിൽതാ യദൈഹി ബിൽ ഫവാദിൽ തൻഫഹു. അദ്ദേഹം പറയുകയാണ്, വഖദ് യുൻകിറുൽ ജഹ്മിയ്യു, ജഹ്മികൾ അവർ നിഷേധിച്ചിട്ടുണ്ട്. ഈ ഖദ് എന്നുള്ള വാക്ക് അതിവിടെ ഉദ്ദേശിക്കുന്നത് അവർ ഉറപ്പായും അവർ നിഷേധിച്ച കാര്യമാണ്, ഒരു സംശയമോ ആരോപണമോ ഒന്നുമല്ല. ജഹ്മികളായ ആളുകൾ അവർ നിഷേധിച്ചിട്ടുണ്ട്. ആരാണ് ജഹ്മികൾ? ജഹ്മി ബിൻ സഫ്വാൻ എന്ന് പറയുന്ന പിഴച്ച വ്യക്തി, അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കാണ് ജഹ്മികൾ എന്ന് പറയുന്നത്. ഈ ഉമ്മത്തിലെ ധാരാളം പിഴച്ച ബിദ്അത്തിന്റെ വാദങ്ങൾ അതിന് തുടക്കമിട്ട ആളാണ് ജഹ്മി ബിൻ സഫ്വാൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജഹ്മികൾ അവർ നിഷേധിച്ചിട്ടുണ്ട് അയ്വൻ, ഒരിക്കൽ കൂടി, അഥവാ അവർ അള്ളാഹുവിൻ്റെ റുഅ്യത്തിനെ നിഷേധിച്ചവരാണ്. ഖിയാമത്ത് നാളിൽ അള്ളാഹുവെ കണ്ണുകൾ കൊണ്ട് കാണില്ല എന്ന് നിഷേധിച്ചവരാണ്. അതുപോലെ അവർ നിഷേധിച്ച കാര്യമാണ് യമീനഹു, അള്ളാഹുവിൻ്റെ കൈ, അള്ളാഹുവിൻ്റെ കരം, അള്ളാഹുവിൻ്റെ കൈയിനെ അവർ നിഷേധിച്ചതാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുന്നു, വകിൽതാ യദൈഹി, അള്ളാഹുവിൻ്റെ ഇരു കരങ്ങളും ബിൽ ഫവാദിലി തൻഫഹു, അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും നന്മകളും അത് ധാരാളമായി വർഷിക്കുന്നതാണ്, ചൊരിയുന്നതാണ് എന്നവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഈ വരിയെ വിശദീകരിക്കുന്നതിന് മുൻപായി നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അത് രണ്ട് രൂപത്തിലാണ് ഉണ്ടായിരിക്കുക. ഒന്നാമത്തേത് സിഫാത്തുൻ ദാതിയ്യത്തുൻ, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലുള്ള അവൻ്റെ വിശേഷണങ്ങൾ, അത് അള്ളാഹുവിൻ്റെ അസ്തിത്വവുമായി അത് ഒരിക്കലും വേർപിരിയുന്നില്ല. ഹിയല്ലതി ലാ തൻഫക്കു അനിദ്ദാത്ത്, അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും വേർപിരിയാത്ത അവരിൽ എന്നെന്നും നിലനിൽക്കുന്ന അവൻ്റെ വിശേഷണങ്ങൾ. വലാ തഅല്ലുഖ ലഹാ ബിൽ മശീഅ, അതിന് അള്ളാഹുവിൻ്റെ മശീഅത്തുമായി, അള്ളാഹുവിൻ്റെ ഉദ്ദേശവുമായി അതിന് ബന്ധമില്ല. അതിൻ്റെ ഉദാഹരണങ്ങളാണ് അൽ യദാൻ, അള്ളാഹുവിൻ്റെ ഇരു കരങ്ങൾ, അൽ വജ്ഹ്, അള്ളാഹുവിൻ്റെ മുഖം, അൽ അസാബിഅ, അള്ളാഹുവിൻ്റെ വിരലുകൾ. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. ഇതാണ് സിഫാത്തുൻ ദാതിയ്യത്തുൻ, അള്ളാഹുവിൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. രണ്ടാമത്തേത് സിഫാത്തുൻ ഫിഅലിയ്യത്തുൻ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അവൻ്റെ വിശേഷണങ്ങൾ, അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശവുമായി ബന്ധമുള്ളതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് ദുനിയാവിനോടടുത്ത ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും, അള്ളാഹുവിൻ്റെ നുസൂൽ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ കലാം, ഇത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്നവരോട് ഉദ്ദേശിച്ച രൂപത്തിൽ അള്ളാഹു സംസാരിക്കുന്നതാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മശീഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതാണ് സിഫാത്തുൻ ഫിഅലിയ്യ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ യദാൻ, അള്ളാഹുവിൻ്റെ ഇരു കരങ്ങളാണ്. അതേത് ഇനത്തിലാണ് വിടുക? സിഫാത്തുൻ ദാതിയ്യ, അള്ളാഹുവിൻ്റെ ദാതിയായ സിഫത്താണ് അൽ യദാൻ എന്നുള്ളത്. ഇനി നമ്മൾ അടുത്ത വരിയിൽ നമ്മൾ പഠിക്കാനിരിക്കുന്നത് അള്ളാഹുവിൻ്റെ നുസൂലുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു ആകാശത്തേക്ക്, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന കാര്യം, അത് അള്ളാഹുവിൻ്റെ ഫിഅലിയായ സിഫത്താണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം തുടക്കത്തിൽ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അള്ളാഹുവിന് ഇരു കരങ്ങളുണ്ട് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നത്. അതാണ്, അതിന് ധാരാളം തെളിവുകളുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം,
ഖുർആനിലും സുന്നത്തിലും അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ വാക്കുകളിലും താബിഈങ്ങളുടെ വാക്കുകളിലുമൊക്കെ നാം പരിശോധിക്കുകയാണെങ്കിൽ 100-ലധികം തെളിവുകൾ അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കരമുണ്ട് എന്നറിയിക്കുന്ന തെളിവുകളുണ്ട്. അതിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, വഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല. യഹൂദികളായ ആളുകൾ അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൈകൾ അത് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, അള്ളാഹു ആർക്കും കൊടുക്കാതെ അത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി യഹൂദികൾ അള്ളാഹുവെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞു. അള്ളാഹു പറയുന്നു, ഗുല്ലത് ഐദീഹിം, അവരുടെ കൈകൾ ബന്ധിതമാകട്ടെ. വലുഇനു ബിമാ ഖാലു, അവരുടെ ആ വാക്ക് കാരണം അവർ ശപിക്കപ്പെട്ടു പോയിരിക്കുന്നു, അള്ളാഹുവെക്കുറിച്ച് അവർ ആക്ഷേപിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ബൽ യദാഹു മബ്സൂതതാൻ, അള്ളാഹുവിൻ്റെ ഇരു കരങ്ങളും അത് ബന്ധിക്കപ്പെട്ടവയെല്ലാം, അത് ധാരാളം നന്മകൾ ചെയ്യുന്ന, ധാരാളം ചെലവഴിക്കുന്ന കൈകളാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പരിചയപ്പെടുത്തുകയാണ്. അവിടുന്ന് യദാഹു എന്ന വാക്ക് തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് നമുക്കറിയാവുന്ന അധ്യായമാണ്. അതിൻ്റെ 1-ാമത്തെ ആയത്ത് എങ്ങനെയാണ്? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആധിപത്യം അത് ഏതൊരുവൻ്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. അപ്പോൾ ബിയദിഹി, അള്ളാഹുവിൻ്റെ കയ്യിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖതു ബിയദയ്യ. അള്ളാഹു ഇബ്ലീസിനോട് പറയുന്നു, എൻ്റെ ഇരു കരങ്ങൾ കൊണ്ടും ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതിനെ നീ സുജൂദ് ചെയ്യുന്നതിന് നിനക്കെന്താണ് തടസ്സമുണ്ടായത്? അഥവാ ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇരു കരങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് ഇബ്ലീസ് ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തില്ല. അതിനെക്കുറിച്ച് അള്ളാഹു അവിടുന്ന് ഇബ്ലീസിനോട് ചോദിച്ചതായി കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീഫു ഷഫാഅത്തിൻ്റെ ഹദീഫിൽ അതിൽ നമുക്ക് കാണാം, ആളുകൾ അവരെല്ലാം ആദം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വരും. എന്നിട്ട് അദ്ദേഹത്തെ വിളിക്കുകയാണ്, യാ ആദമു അൻതല്ലദീ ഖലഖകല്ലാഹു ബിയദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ, അല്ലാഹു അവൻ്റെ കൈകളാൽ താങ്കളെ സൃഷ്ടിച്ചവനാണ്, അങ്ങനെയുള്ളവരാണ് താങ്കൾ എന്ന് ആദം അലൈഹിസ്സലാമിനെ അവിടുന്ന് അഭിസംബോധന ചെയ്തതായി കാണാം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജൽ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ രാത്രിയിൽ അവൻ്റെ കരങ്ങൾ അവൻ നീട്ടിയിരിക്കുകയാണ്. ആർക്കു വേണ്ടിയാണ്? പകലിൽ തെറ്റുകൾ ചെയ്തു പോയ ആളുകൾ അവരുടെ തൗബ സ്വീകരിക്കുന്നതിന് വേണ്ടി, അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹു അവൻ്റെ കൈ നീട്ടിയിരിക്കുകയാണ്. വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ. അള്ളാഹു പകലിൽ അവൻ്റെ കരങ്ങൾ കൈ നീട്ടിയിരിക്കുകയാണ് രാത്രി തെറ്റ് ചെയ്ത ആളുകൾ അവരുടെ തൗബ പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് വേണ്ടി. ഹത്താ തത്ലുഅ അശ്ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ അത് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ, അഥവാ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിക്കും. പിന്നീട് തൗബക്കുള്ള അവസരമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നത്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ തയ്യിബിൻ. ആരെങ്കിലും ഒരാളുടെ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കയുടെ അളവ്, അതിൻ്റെ വില എത്രയായിരിക്കും? വളരെ നിസ്സാരമായിരിക്കും. അത്രയും ആരെങ്കിലും ഒരാൾ സ്വതക്ക ചെയ്യുകയാണെങ്കിൽ, ഇനി റസൂലുള്ളാഹി പറയുന്നു, വലാ യസ്അദു ഇലല്ലാഹി ഇല്ല ത്വയ്യിബ്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വിശിഷ്ടമായതല്ലാതെ, ത്വയ്യിബല്ലാതെ അള്ളാഹുവിലേക്ക് ഉയരുകയില്ല. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി. അവൻ ചെയ്തിട്ടുള്ള ആ സ്വതക്ക അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വലത് കൈ കൊണ്ട് അത് സ്വീകരിക്കുന്നതാണ്. സുമ്മ യുറബ്ബീഹാ ലിസാഹിബിഹി. പിന്നീട് ആ സ്വതക്ക ചെയ്ത വ്യക്തിയുടെ അതിൻ്റെ ആ പ്രതിഫലത്തെ അള്ളാഹു അതിനെ വലുതാക്കുന്നതാണ്, അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹു. നിങ്ങളിൽ ഒരാൾ തൻ്റെ കുതിരക്കുട്ടിയെ അതിനെ വളർത്തി വലുതാക്കുന്നത് പോലെ നിങ്ങളുടെ ഹലാലായ സമ്പാദ്യത്തിൽ നിന്നും വളരെ തുച്ഛമായതാണ് നിങ്ങൾ സ്വതക്ക നൽകുന്നതെങ്കിലും അള്ളാഹു അതിനെ വലുതാക്കി കൊണ്ടുവരും. ഹത്താ തകൂന മിസ്ലൽ ജബൽ. അങ്ങനെ അതൊരു പർവ്വതത്തിൻ്റെ കണക്കെ അത്രയും വലിയ പ്രതിഫലമാക്കി അള്ളാഹു അതിനെ മാറ്റുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉൻഫിഖ് അലൈക്. നീ മറ്റുള്ളവർക്കായി നന്മയുടെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കുക, അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, യദുല്ലാഹി മൽആ. അല്ലാഹുവിൻ്റെ കരങ്ങൾ അത് നിറഞ്ഞതാണ്. ലാ തഗീദുഹാ നഫഖത്തുൻ സഹാഉൽ ലൈല വന്നഹാർ.
അല്ലാഹു സുബ്ഹാനഹു വ തആല രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ അല്ലാഹു നിരന്തരമായി അതിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ നിന്ന് യാതൊന്നും കുറയുന്നില്ല. എന്നിട്ട് റസൂൽ പറയുന്നു, അറഅയ്തും മാ അൻഫഖ മുൻദു ഖലഖസ് സമാഅ വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്നു മുതൽ അല്ലാഹു എത്രമാത്രം ചെലവഴിച്ചിട്ടുണ്ടാകും എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ട് പറയുന്നു, ഫഇന്നഹു ലം യഗിബ് മാ ഫീ യദിഹി, അതൊന്നും അല്ലാഹുവിൻ്റെ കൈകളിലുള്ളതിൽ നിന്ന് ഒന്നിനെയും കുറവ് വരുത്തിയിട്ടില്ല. നോക്കൂ, ധാരാളം ഹദീസുകൾ അതുപോലെ ആയത്തുകൾ നാം വായിക്കുകയുണ്ടായി. ഇതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൈ ഉണ്ട്, അവന് കരമുണ്ട് എന്നുള്ള ആ സിഫത്തുൻ ദാതിയ്യ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തുകയാണ്. എന്നാൽ ഇത് പറയുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, ബിദ്അത്തിന്റെ കക്ഷികൾ, അവർ പറയാറുണ്ട്, സലഫികൾ അവരുടെ അള്ളാഹു എങ്ങനെയാണ്, അത് കൈയുള്ള അള്ളാഹുവാൻ, കാലുള്ള അള്ളാഹുവാൻ, മുഖമുള്ള അള്ളാഹുവാൻ എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാർക്കിടയിൽ അവരെ ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നാം പറയുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു നൽകിയ കാര്യം അതാണ് പറയുന്നത്. അതല്ലാതെ പിൽക്കാലത്ത് വന്ന ഇബ്നു തൈമിയയോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബോ അവരൊന്നും പടച്ചുണ്ടാക്കിയ, അവരൊക്കെ അള്ളാഹുവിൻ്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയ കാര്യമല്ല ഇതൊന്നും. മറിച്ച് പ്രമാണങ്ങളിൽ സഹീഹായ ഹദീസുകളിലും വിശുദ്ധ ഖുർആനിലും അള്ളാഹു പറഞ്ഞ കാര്യമാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാ, നമ്മുടെ നാട്ടിൽ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാ പറയുന്നു, ലില്ലാഹി തബാറക വ തആല അസ്മാഉൻ വ സിഫാത്തുൻ, അള്ളാഹുവിൻ്റെ നാമങ്ങളുമുണ്ട് വിശേഷണങ്ങളുമുണ്ട്. ജാഅ ബിഹാ കിതാബുഹു, അള്ളാഹുവിൻ്റെ കിതാബിൽ അത് വന്നിട്ടുണ്ട്. വ അഖ്ബറ ബിഹാ നബിയ്യുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മതഹു, മുഹമ്മദ് നബി അവിടുത്തെ ഉമ്മത്തിനെ ആ നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇമാം ശാഫിഈ പറയുകയാണ് റഹിമഹുല്ലാ, അന്നഹു സമീഉൻ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. വ അന്ന ലഹു യദൈൻ, അള്ളാഹുവിന് രണ്ട് കരങ്ങളുണ്ട്. ബിഖൗലിഹി, അതിന് തെളിവെന്താണ്? ബൽ യദാഹു മബ്സൂതതാൻ, നാം മുമ്പ് ഓതിയ വചനമാണ്. അള്ളാഹുവിൻ്റെ ഇരു കരങ്ങളും അത് ബന്ധിക്കപ്പെട്ടതല്ല, അത് ധാരാളമായി ചിലവഴിക്കുന്നതാണ്. എന്നിട്ട് പറയുന്നു, വ അന്ന ലഹു യമീനൻ, അള്ളാഹുവിന് വലത് കൈയുണ്ട്. അതിന്റെ തെളിവെന്താണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലത് കൈയിൽ ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുന്നതാണ് എന്ന അല്ലാഹുവിന്റെ ആയത്താണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം വിശ്വസിച്ച കാര്യമാണ്, അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യമാണിത്. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹുസൈമ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ ഒരു അധ്യായം കൊണ്ടുവരികയാണ്. ആ അധ്യായത്തിന്റെ തലക്കെട്ട് എന്താണ്? ബാബു ദിക്രി ഇസ്ബാത്തിൽ യദി ലിൽ ഖാലിഖിൽ ബാരിഇ ജല്ല വ അല, സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന് കൈ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന അതിൻ്റെ തെളിവുകൾ, അതിൻ്റെ ആ അധ്യായം. വൽ ബയാനി അന്ന അല്ലാഹ തആല ലഹു യദാൻ കമാ അഅലമനാ ഫീ മുഹ്കമി തൻസീലിഹി, അതുപോലെ തന്നെ അള്ളാഹുവിന് രണ്ട് കരങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ നമ്മെ അറിയിച്ചു നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം എന്നതാണ് ആ അധ്യായത്തിൻ്റെ തലക്കെട്ട്. എന്നിട്ട് ഇമാം ഇബ്നു ഹുസൈമ റഹിമഹുല്ലാ അദ്ദേഹം ധാരാളം ആയത്തുകൾ അവിടെ കൊണ്ടുവരുന്നതായി കാണാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് രണ്ട് കരങ്ങളുണ്ട് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. അത് പിൽക്കാലത്ത് വന്ന ആരെങ്കിലും പടച്ചുണ്ടാക്കിയതല്ല, അതിൽ ധാരാളം തെളിവുകൾ, 100-ലധികം തെളിവുകളുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കരങ്ങൾ കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ കരങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹു ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തേത് അൽ ഖബ്ദു വത്തയ്യു, പിടിക്കുക അതുപോലെ ചുരുട്ടുക. ഇത് രണ്ടും വിശുദ്ധ ഖുർആനിൽ വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, അവിശ്വാസികളായ ആളുകൾ, മുശ്രിക്കുകൾ, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ടത് പ്രകാരം അവർ കണക്കാക്കിയിട്ടില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, വൽ അർദു ജമീഅൻ ഖബ്ളത്ഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ അവൻ്റെ ഒരു കൈപ്പിടിയിൽ ഒതുക്കുന്നതായിരിക്കും. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി, അതുപോലെ തന്നെ ആകാശങ്ങൾ അള്ളാഹുവിൻ്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ടതുമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വം എത്രയായിരിക്കും? അള്ളാഹുവിൻ്റെ ഒരു കയ്യിൽ ഒതുങ്ങാവുന്നതേ ഉള്ളൂ ഈ ഭൂമിയും ആകാശവും എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു അക്ബറു മിൻ കുല്ലി ഷൈ, എല്ലാത്തിനേക്കാളും ഏറ്റവും വലിയവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാഹാത്മ്യം, അള്ളാഹുവിൻ്റെ ഗാംഭീര്യം അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, യഖ്ബിദുല്ലാഹു തബാറക വ തആല അൽ അർദ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ അവൻ്റെ കൈകൊണ്ട് പിടിക്കുന്നതാണ്. വയത്വിസ് സമാഅ ബിയമീനിഹി, വലത് കൈകൊണ്ട് അല്ലാഹു ആകാശത്തെ ചുരുട്ടുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയും, അനൽ മലികു, ഞാനാണ് രാജാധികാരി, ഞാനാണ് ഉടമസ്ഥൻ. ഐന മുലൂകുൽ അർദ്,
എവിടെയാണ് ഭൂമിയിലുള്ള രാജാക്കന്മാരൊക്കെ എവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഈ രണ്ടാമത്തെ അള്ളാഹുവിൻ്റെ കരങ്ങളുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ അടുത്തൊരു പ്രവർത്തനമാണ് അൽ ബസ്തു. അള്ളാഹു അവൻ്റെ കരങ്ങൾ അത് നീട്ടിയിരിക്കുകയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ബൽ യദാഹു മബ്സൂതതാൻ, അള്ളാഹുവിൻ്റെ ഇരു കരങ്ങളും അത് ബന്ധിക്കപ്പെട്ടവയല്ല. അള്ളാഹു ധാരാളം നന്മകളും ധാരാളം ഖൈറുകളും ചെലവഴിക്കുന്നതാണ്, വിശാലമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല യബ്സുതു യദഹു ബില്ലൈൽ, അള്ളാഹു രാത്രി അവൻ്റെ ഇരു കരങ്ങളും നീട്ടിയിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ്? പകലിൽ തെറ്റ് ചെയ്ത ആളുകൾ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹു അവൻ്റെ കരങ്ങൾ രാത്രി നീട്ടിയിരിക്കുകയാണ്. വയബ്സുതു യദഹു ബിന്നഹാർ, അള്ളാഹു അവൻ്റെ കരങ്ങൾ പകലിൽ നീട്ടിയിരിക്കുകയാണ് രാത്രി തെറ്റ് ചെയ്ത ആളുകൾ അവരുടെ തൗബ സ്വീകരിക്കുന്നതിന് വേണ്ടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തേതാണ് അൽ അഖ്ദു, അള്ളാഹു അവൻ്റെ കരങ്ങൾ കൊണ്ട് അള്ളാഹു സ്വീകരിക്കുന്നതാണ്, അതുപോലെ എടുക്കുന്നതാണ് എന്നുള്ള അർത്ഥത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തസദ്ദഖ അഹദുൻ ബിസദഖത്തിൻ മിൻ ത്വയ്യിബ്, ഒരു വ്യക്തി അവൻ്റെ ഹലാലായ സമ്പത്തിൽ നിന്ന് അവൻ സദഖ നൽകുകയാണ്. വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ്, അള്ളാഹു നല്ലതല്ലാതെ ത്വയ്യിബല്ലാത്ത മറ്റൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്നിട്ട് പറയുന്നു ഇല്ലാ അഖദഹ റഹ്മാനു ബിയമീനിഹി, അവൻ ചെയ്ത ആ സദഖ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വലതു കൈ കൊണ്ട് അത് സ്വീകരിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മിമ്പറിൽ വെച്ച് പറയുന്നു, യഖുദുല്ലാഹു സമാവാതിഹി വ അർദിഹി ബിയദിഹി, ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൈ കൊണ്ട് പിടിക്കുന്നതാണ്. സുമ്മ യഖൂലു, എന്നിട്ട് അല്ലാഹു പറയും, അനല്ലാഹ് അനർ റഹ്മാൻ അനൽ മലിക്, ഞാനാണ് അല്ലാഹു, ഞാനാണ് റഹ്മാൻ, ഞാനാണ് ഉടമസ്ഥനായവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ഇബാദത്തുകൾ ഉണ്ടാകും. അത് നമ്മൾ പ്രത്യേകമായി പഠിക്കേണ്ടതാണ്. നാം മുമ്പ് പറഞ്ഞതുപോലെ അള്ളാഹു ധാരാളമായി ചെലവഴിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ കയ്യിലുള്ളതൊന്നും യാതൊന്നും കുറവ് വരുന്നില്ല. അതുകൊണ്ട് ധാരാളമായി ചെലവഴിക്കണം. നന്മയുടെ മാർഗത്തിൽ നാം ധാരാളമായി ചെലവഴിക്കുക. നാം ചെലവഴിക്കുന്നതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം നൽകുമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ഇനി അള്ളാഹുവിൻ്റെ ഈ സിഫത്തുമായി ബന്ധപ്പെട്ട് പിഴച്ചുപോയ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? അവരാണ് അൽ മുമസ്സില അല്ലെങ്കിൽ അൽ മുശബ്ബിഹ എന്ന് പറയാം. അഥവാ അള്ളാഹുവിൻ്റെ സിഫാത്തിനെ, അള്ളാഹുവിൻ്റെ കൈ എന്ന വിശേഷണത്തെ സൃഷ്ടികളുടെ കൈയുമായി അതിനെ സാദൃശ്യപ്പെടുത്തിയ ആളുകൾ. അവർ ഈ വിഷയത്തിൽ പിഴച്ചുപോയ ആളുകളാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അൽ മുശബ്ബിഹു അല്ലദീ യഖൂൽ, അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സാദൃശ്യപ്പെടുത്തുന്നവൻ. അവൻ പറയുകയാണ്, യദുൻ കയദി, അള്ളാഹുവിൻ്റെ കൈ അത് എൻ്റെ കൈ പോലെയാണ്. വസംഉൻ കസംഇ, അള്ളാഹുവിൻ്റെ കേൾവി അതെൻ്റെ കേൾവി പോലെയാണ് എന്ന് പറയുന്നവൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? വല്ലാഹു യഖൂലു ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അള്ളാഹുവിനെ പോലെ ഒരാളുമില്ല, ഒന്നും തന്നെയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പറയുമ്പോൾ അത് സൃഷ്ടികളെ പോലെയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ അളമത്തിന്, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനതുണ്ട്. അത് സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്താൻ, അതിനെ തുലനപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും തുലനപ്പെടുത്തിയാൽ അവൻ്റെ അവസ്ഥ എന്താണ്? ഇമാം നുഐം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, അദ്ദേഹം പറയുന്നു, മൻ ശബ്ബഹ അല്ലാഹ ബിശൈഇൻ മിൻ ഖൽഖിഹി ഫഖദ് കഫർ, അള്ളാഹുവിനെ സൃഷ്ടികളുമായി വല്ലതിനും ആരെങ്കിലും താരതമ്യപ്പെടുത്തിയാൽ, അള്ളാഹുവിനെ സദൃശ്യപ്പെടുത്തിയാൽ, അള്ളാഹുവിനെ തുലനപ്പെടുത്തിയാൽ അവൻ കാഫിറായിരിക്കുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ യദുൻ, അള്ളാഹുവിന് രണ്ട് കരങ്ങളുണ്ട്, അതിനെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവിൻ്റെ കരം അത് എൻ്റെ കൈ പോലെയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൈ അത് ഇന്ന സൃഷ്ടികളുടെ കൈ പോലെയാണ് എന്ന് പറയാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ പിഴച്ചുപോയ വിഭാഗം. അവരാണ് അൽ മുശബ്ബിഹ അല്ലെങ്കിൽ അൽ മുമസ്സില എന്ന് പറയും. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? അവരാണ് അൽ മുഅത്തില. അവർക്ക് സംഭവിച്ച പിഴവ് തഅതീലാണ്. അവർ എന്ത് പറഞ്ഞു? അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങും, ഇങ്ങനെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അതുവഴി അള്ളാഹുവിനെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തലാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെയൊക്കെ നിഷേധിക്കുക. ഇങ്ങനെയുള്ള പ്രവണത അവർക്കാണ്. അത്തരത്തിലുള്ള ആളുകളെയാണ് അൽ മുഅത്തില എന്ന് പറയുന്നത്. അവർ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ മുഴുവൻ നിഷേധിച്ചു. അതിനവർ പറയുന്ന ന്യായം എന്താണ്?
അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള സിഫാത്തുകൾ നമ്മൾ അംഗീകരിച്ചാൽ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാകും. അതുകൊണ്ട് അള്ളാഹുവിന് ഒരു സിഫത്തുകളും അംഗീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ സലഫുകൾ അവർ പറഞ്ഞതായി കാണാം, അൽ മുശബ്ബിഹു യഅ്ബുദു സനമൻ. ആരാണ് മുശബ്ബിഹ്? അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ മറ്റുള്ളവരുമായി സാദൃശ്യപ്പെടുത്തുന്നവർ. അങ്ങനെയുള്ള ആളുകൾ അവർ ആരെയാണ് ആരാധിക്കുന്നത്? ഒരു വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത്. കാരണം അവർ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അവരുടെ മനസ്സിൽ അതിനൊരു രൂപം കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ്. അങ്ങനെ അവർ അവരുടെ മനസ്സിൽ അള്ളാഹുവിനെ അവർ രൂപപ്പെടുത്തുകയാണ്. അങ്ങനെ അള്ളാഹുവിനെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തുന്ന ആളുകൾ അവർ ഒരു വിഗ്രഹത്തെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. വൽ മുഅത്തിലു യഅ്ബുദു അദമൻ. എന്നാൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നിഷേധിക്കുന്നവനോ അവനൊരു ഇല്ലാത്ത കാര്യത്തെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. ഒരു വിശേഷണങ്ങളും ഇല്ല എങ്കിൽ പിന്നെ അതില്ലാത്തതുപോലെയാണ്. അള്ളാഹുവിന് ഒരു വിശേഷണവുമില്ല എങ്കിൽ അള്ളാഹു തന്നെ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് മുഅത്തിലകൾ, അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ, അവർ ഒരു ഇല്ലായ്മയെ, ഒരു ഇല്ലാത്ത കാര്യത്തെയാണ് അവർ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ, സലഫുകൾ അവർ രേഖപ്പെടുത്തിയതായിരിക്കണം. ഇതാണ് രണ്ട് പിഴച്ചുപോയ വിഭാഗം ആളുകൾ. എന്നാൽ അഹ്ലുസുന്നയുടെ നിലപാടെന്താണ്? പണ്ഡിതന്മാർ പറയുന്നു, വഅഹ്ലുസുന്ന വൽ ജമാഅ വസതുൻ ബൈനൽ ഫരീഖൈൻ. ഈ പിഴച്ചുപോയ രണ്ട് വിഭാഗം ആളുകൾ, അതിൻ്റെ മധ്യത്തിലാണ് അഹ്ലുസുന്ന വൽ ജമാഅ നിലകൊള്ളുന്നത്. ഫയുസ്ബിതൂന ലില്ലാഹി മാ അസ്ബതഹു ലിനഫ്സിഹി മിൻ സിഫാത്തി ദാതി വസിഫാത്തിൽ അഫ്ആൽ. അള്ളാഹുവിൻ്റെ ദാത്തിയായ സിഫത്തുകളും അള്ളാഹുവിൻ്റെ ഫിഅലിയായ സിഫത്തുകളും അതൊക്കെ അവർ അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അവർ സ്ഥിരപ്പെടുത്തുന്നു. ആർക്കെതിരായിക്കൊണ്ട്? ഖിലാഫൻ ലിൽ മുഅത്തില, ഈ സിഫാത്തുകളെ നിഷേധിക്കുന്ന മുഅത്തിലകൾക്കെതിരായിക്കൊണ്ട്. അതുപോലെ തന്നെ ഇസ്ബാതൻ ബിലാ തംസീലിൻ ഖിലാഫൻ ലിൽ മുശബ്ബിഹ. ആ സിഫത്തുകളൊക്കെ എങ്ങനെയാണ് സ്ഥിരപ്പെടുത്തുന്നത്? അത് സൃഷ്ടികൾക്ക് സാദൃശ്യപ്പെടുത്തിയിട്ടല്ല, മറിച്ച് അള്ളാഹുവിനെ യോജിക്കുന്ന രൂപത്തിൽ, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ അവർ അതിനെ സ്ഥിരപ്പെടുത്തുന്നു, അംഗീകരിക്കുന്നു. എന്നിട്ട് അതിനുള്ളൊരു തെളിവ്, ഒരായത്ത് ഏതാണ്? ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകൾ പഠിക്കുന്ന സന്ദർഭത്തിൽ നാം ധാരാളമായി കേൾക്കാറുള്ള ആയത്താണ് ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ എന്ന ആയത്ത്. അത് നമ്മൾ നന്നായി പഠിക്കണം. ഈ ആയത്തിൽ ഈ പിഴച്ചുപോയ രണ്ട് വിഭാഗത്തിലുള്ള മറുപടിയുണ്ട്. ഒന്നാമത്തെ വിഭാഗം ആരായിരുന്നു? അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നിഷേധിച്ച ആളുകൾ. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ വിശേഷണത്തെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തിയവർ. ഈ രണ്ട് വിഭാഗത്തിനും ഈ ആയത്തിൽ മറുപടിയുണ്ട്. എങ്ങനെയാണ് മറുപടി? ഒന്ന്, അള്ളാഹു പറയുന്നു ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവെ പോലെ ആരുമില്ല. ഇത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ മറ്റുള്ളവരുമായി സാദൃശ്യപ്പെടുത്തിയ മുശബ്ബിഹ, അവർക്കുള്ള മറുപടിയാണ്. രണ്ടാമതോ വഹുവസ് സമീഉൽ ബസീർ, അള്ളാഹു പറയുന്നു അള്ളാഹു സമീആണ്, അള്ളാഹു ബസീറാണ്, അള്ളാഹു സ്ഥിരപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ. അതാർക്കുള്ള മറുപടിയാണ്? അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നിഷേധിക്കുന്ന മുഅത്തിലകൾക്കുള്ള മറുപടിയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇരു കരങ്ങളും അവന് യോജിക്കുന്ന രൂപത്തിൽ നാം അത് സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കരങ്ങളുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്ന വൽ ജമാഅ അവർ മൂന്ന് കാര്യത്തിൽ അവരെല്ലാവരും ഇത്തിഫാക്കാണ്, ഏകാഭിപ്രായമാണ്. ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവന് യോജിക്കുന്ന രൂപത്തിൽ, അവൻ്റെ മഹത്വത്തിനും അവൻ്റെ പദവിക്കുമൊക്കെ യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന് രണ്ട് കരങ്ങളുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അത് അഹ്ലുസുന്ന വൽ ജമാഅക്കിടയിൽ ഖിലാഫില്ല. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ ഇരു കരങ്ങളും അത് യമീനാകുന്നു, അഥവാ അത് നന്മയുടെ വിഷയത്തിൽ, ഔദാര്യത്തിൻ്റെ വിഷയത്തിൽ അത് രണ്ടും യമീനാണ് എന്ന വിഷയത്തിലും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ രണ്ട് കരങ്ങൾ, അതിലൊന്നിൻ്റെ നാമം യമീൻ എന്നാണ്, ഒരു കരത്തിൻ്റെ നാമം, ഒരു കൈയുടെ പേര് യമീൻ എന്നാണ് എന്ന വിഷയത്തിലും അഹ്ലുസുന്ന വൽ ജമാഅക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ യദ് എന്ന വിശേഷണത്തെ, സിഫത്തിനെ, അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന, അതിന് മറ്റൊരർത്ഥം കൽപ്പിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ യദുൻ എന്ന് പറഞ്ഞാൽ അവിടെ കൈ എന്നല്ല ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ലാഹിറായ അർത്ഥം അതല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് അവിടെ അൽ ഖുദ്റ, അള്ളാഹുവിൻ്റെ ശക്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ അൻ-നിഅമ, അള്ളാഹുവിൻ്റെ നിഅമത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചില പിഴച്ചുപോയ ആളുകൾ അവർ അതിനെ ദുർവ്യാഖ്യാനിച്ചതായി കാണാം. ഈ ഒരു അർത്ഥം യഥാർത്ഥത്തിൽ അതെന്താണ്? അത് പിഴവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ലിമ ഖലഖ്തു ബിയദയ്യ, എൻ്റെ ഇരു കരങ്ങൾ കൊണ്ടാണ് ഞാൻ ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ നമ്മൾ യദുൻ എന്നുള്ളതിന് അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്ന അർത്ഥം കൊടുത്താൽ അതിൻ്റെ അർത്ഥം എങ്ങനെയായിരിക്കും? എൻ്റെ രണ്ട് ഖുദ്റത്തുകൾ കൊണ്ടാണ് ഞാൻ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് എന്നായിരിക്കും വരിക. അങ്ങനെ അതെന്താണ്? അത് ബാത്തിലാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകം ഏകാഭിപ്രായമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് തന്നെയാണ്.
ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതോ അള്ളാഹുവിൻ്റെ കൈകൾ കൊണ്ടാണ്. അപ്പോൾ ഇതിന് ഖുദ്റത്ത് എന്ന അർത്ഥം കൊടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതിന് അതിന് പ്രത്യേകത വരുന്നില്ല. എല്ലാവരുടെ സൃഷ്ടിപ്പും ഒരുപോലെയാണ് എന്ന അർത്ഥമാണ് അവിടെ വരിക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ യദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിഅമത്താണ് എന്ന അർത്ഥം കൽപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് അർത്ഥം വരിക? ആദം അലൈഹിസ്സലാമിനെ ഞാൻ എൻ്റെ 2 നിഅമത്തുകൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ആയത്തിൻ്റെ അർത്ഥം വരിക. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അത് 2 എണ്ണമല്ല, അത് എണ്ണി ചിട്ടപ്പെടുത്താൻ കഴിയുകയില്ല, അത്രയുമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അതിനെ വ്യാഖ്യാനിച്ച് അവ എന്തിൽ നിന്നാണോ രക്ഷപ്പെടാൻ ശ്രമിച്ചത് അതിനേക്കാൾ ഗുരുതരമായ അപകടത്തിലാണ് ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ അവർ ചെന്ന് പതിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് അള്ളാഹുവിൻ്റെ യദുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന പാഠങ്ങൾ. അടുത്തതായി ഇമാം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വഖുൽ യൻസിലുൽ ജബ്ബാറു ഫീ കുല്ലി ലൈലത്തിൻ ബിലാ കൈഫ ജല്ലൽ വാഹിദുൽ മുതമദ്ദിഹു. അദ്ദേഹം പറയുകയാണ്, വഖുൽ, നീ നാവ് കൊണ്ട് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക, അതുപോലെ ഹൃദയം കൊണ്ട് നീ ഉറച്ചു വിശ്വസിക്കുക. യൻസിലുൽ ജബ്ബാറു, ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇറങ്ങുന്നുണ്ട്, ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും, ബിലാ കൈഫ, അതിൻ്റെ രൂപം പറയാതെ. അള്ളാഹു എങ്ങനെയാണ് ഇറങ്ങുന്നത്, അള്ളാഹുവിൻ്റെ നുസൂലിൻ്റെ രൂപം അത് പറയാൻ പാടില്ല. ഇതിനോട് ജല്ലൽ വാഹിദു, വാഹിദായ ഏകനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്വം അത് ഉയർന്നിരിക്കുന്നു. അൽ മുതമദ്ദിഹു, പരിപൂർണതയുടെ വിശേഷണങ്ങൾ ഉൾക്കൊണ്ട, അതുപോലെ അങ്ങേയറ്റം വാഴ്ത്തപ്പെടേണ്ട വിശേഷണങ്ങൾ ഉൾക്കൊണ്ട അള്ളാഹു അവൻ മഹത്വപൂർണനായിരിക്കുന്നു, ഉയർന്നിരിക്കുന്നു എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ലാ ഈ വരിയിലൂടെ പറയുന്നത്. ഇവിടെ അൽ ജബ്ബാർ, അൽ ജബ്ബാർ എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമമാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ അൽ ജബ്ബാർ. എന്നാൽ അൽ ജബ്ബാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട 2 അർത്ഥങ്ങളാണ്. ഒന്നാമത്തേത് അല്ലദീ യജ്ബുറു ഇബാദഹുൽ മുൻകസിരീൻ, വേദനിക്കുന്നവരുടെ, പ്രയാസപ്പെടുന്നവരുടെ അവരുടെ ആ പ്രയാസത്തെ ദൂരീകരിക്കുന്നവൻ, അതിനെ മാറ്റുന്നവൻ, അതിനെ നേരെയാക്കുന്നവൻ എന്നാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തേത് അൽ ആലി അൽ മുർതഫിഅ വല്ലാഹു ഫൗക ഇബാദിഹി, ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധം അത്യുന്നതനും അതുപോലെ എല്ലാത്തിൻ്റെയും പരമാധികാരിയായവൻ, ജബ്ബാറായവൻ, ഒരാൾക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്തവൻ. ഈ 2 അർത്ഥവും ജബ്ബാർ എന്ന നാമത്തിൽ നിന്ന് അതിൻ്റെ അർത്ഥമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ അൽ വാഹിദ്, ഇതും അള്ളാഹുവിൻ്റെ നാമമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വഹുവൽ വാഹിദുൽ ഖഹാർ. എന്നിട്ട് അദ്ദേഹം ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇലാ തബഖി ദുനിയ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും ഇറങ്ങി വരും. എവിടേക്കാണ് ഇറങ്ങി വരുന്നത്? ഇലാ തബഖി ദുനിയ, ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരും. യമുന്നു ബിഫദ്ലിഹി, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യത്തിൽ നിന്ന്, ഫദ്ലിൽ നിന്ന് അവൻ ധാരാളമായി നൽകുന്നതാണ്, ചെലവഴിക്കുന്നതാണ്. ഫതുഫ്റജു അബ്വാബുസ് സമാഇ വതുഫ്തഹു, ആകാശത്തിൻ്റെ കവാടങ്ങൾ ആ സന്ദർഭത്തിൽ തുറക്കപ്പെടുന്നതാണ് അള്ളാഹു എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇവിടെ ഇലാ തബഖി ദുനിയ, ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ച വാക്യമാണ്. അള്ളാഹു പറഞ്ഞു, അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ, അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെ അടുക്കുകളായി, തട്ടുകളായി അവയെ സൃഷ്ടിച്ചവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ തബഖ് എന്ന് പറഞ്ഞാൽ മൂടി എന്നർത്ഥമുണ്ട്. അപ്പോൾ ഓരോ ആകാശവും അത് മറ്റേതിനുള്ള ഒരു മൂടിയാണ്, അതിനുള്ള ഒരു മറയാണ്. അങ്ങനെ തബഖു ദുനിയ, നമ്മൾ ദുനിയാവിനോടുള്ള ഏറ്റവും അടുത്തിരിക്കുന്ന ആകാശം, അവിടേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും. ആകാശത്തിൻ്റെ കവാടങ്ങൾ ആ സമയത്ത് തുറക്കപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ കാന സുലുസുൽ ലൈലിൽ ബാഖി, രാത്രിയുടെ 1/3 അവശേഷിക്കുന്ന സന്ദർഭത്തിൽ, യഹ്ബിതുല്ലാഹു അസ്സ വജല്ല ഇലസ് സമാഇ ദുനിയ, ഭൂമിയോടടുത്ത ആകാശത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും. ثم تفتح أبواب السماء, എന്നിട്ട് ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ثم يبسط يده, എന്നിട്ട് അള്ളാഹു അവൻ്റെ 2 കരങ്ങളും നീട്ടുന്നതാണ്. فيقول, എന്നിട്ട് അള്ളാഹു ചോദിക്കും, അള്ളാഹു പറയും, هل من سائل يعطى سؤله, എന്നോട് ചോദിക്കുന്നവൻ ആരുണ്ട്, അവൻ ചോദിക്കുന്നത് ഞാൻ നൽകുന്നതാണ്. فلا يزال كذلك حتى يطلع الفجر, സൂര്യൻ ഫജ്ർ ആകുന്നത് വരെ, പ്രഭാതം പുലരുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്നിട്ട് ഇമാം ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, യഖൂലു അലാ മുസ്തഗ്ഫിറുൻ യൽഖ ഗാഫിറ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോടടുത്ത ആകാശത്ത് വന്നിട്ട് അള്ളാഹു പറയുന്നു, പാപമോചനം തേടുന്നവനായി ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ അള്ളാഹുവോട് പാപമോചനം തേടുകയാണെങ്കിൽ യൽഖ ഗാഫിറൻ,
അവൻ അള്ളാഹുവെ പാപം പൊറുക്കുന്നവനായി, ഗാഫിറായി, പാപം പൊറുക്കുന്നവനായി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവന് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ വമുസ്തംനിഹുൻ ഖൈറൻ വറിസ്ഖൻ ഫയുംനഹു, അള്ളാഹുവിനോട് നന്മകളും അതുപോലെ ഉപജീവനവും അത് അപേക്ഷിക്കുന്നവർ, അത് ചോദിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ അള്ളാഹു അത് നൽകുന്നതാണ് എന്ന് അദ്ദേഹം തൻ്റെ കവിതയിൽ പറയുകയാണ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ അവസാനത്തിൽ അതിൻ്റെ 1/3 അവശേഷിക്കുന്ന സന്ദർഭത്തിൽ ഇറങ്ങി വന്ന് സൃഷ്ടികളോട് അള്ളാഹു ചോദിക്കുകയാണ്, അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരായി ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ നിനക്ക് പാപം പൊറുക്കുന്നവനായി കണ്ടെത്താം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ വമൻ യഅമൽ സൂഅൻ, ആരെങ്കിലും വല്ല തിന്മ ചെയ്യുകയോ ഔ യദ്ലിം നഫ്സഹു, സ്വന്തത്തോട് ദുൽമ ചെയ്യുകയും എന്നിട്ട് സുമ്മ യസ്തഗ്ഫിരില്ലാഹ, എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയുമാണെങ്കിൽ യജിദില്ലാഹ ഗഫൂറൻ റഹീമ, അവൻ അള്ളാഹുവിനെ ഗഫൂറായി, അങ്ങേയറ്റം ധാരാളം പൊറുക്കുന്നവനായി, അങ്ങേയറ്റം റഹ്മത്ത് ചെയ്യുന്നവനായി അവൻ അള്ളാഹുവെ കണ്ടെത്താൻ കഴിയുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ വിളിക്കുകയാണ്. ഖുദ്സിയായ ഹദീസിൽ കാണാം, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ നിങ്ങൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ അന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാൻ നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു നൽകുന്നതാണ്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, നിങ്ങൾ എന്നോട് പാപമോചനം ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകുന്നതാണ്. മറ്റൊരു ഹദീസിൽ അള്ളാഹു പറയുന്നു, യബ്ന ആദം, അല്ലയോ ആദമിന്റെ സന്തതിയെ, മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നക മാ ദഅൗതനി വറജൗതനി, നീ എന്നോട് പ്രാർത്ഥിക്കുകയും എൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്ന കാലം അത്രയും ഗഫർതു ലക അലാ മാ കാന ഫീക, നീ ചെയ്തിട്ടുള്ള തെറ്റുകൾ അതെല്ലാം നിനക്ക് ഞാൻ പുറത്തു നൽകുന്നതാണ്. വലാ ഉബാലി, ഞാനത് ഗൗനിക്കുകയില്ല. യബ്ന ആദം, അള്ളാഹു വീണ്ടും വിളിക്കുകയാണ്, ലൗ ബലഗത് ദുനൂബുക അനാന സമാ, നിന്റെ തെറ്റുകൾ, നിന്റെ പാപങ്ങൾ അത് മേഘത്തോളം, അതല്ലെങ്കിൽ ആകാശം മുട്ടെ ധാരാളം തെറ്റുകൾ നീ ചെയ്തിട്ടുണ്ടെങ്കിലും, അത്രയും എത്തിയിട്ടുണ്ടെങ്കിലും, തുമ്മസ്തഗ്ഫർതനി, പിന്നീട് നീ എന്നോട് പാപമോചനം തേടുകയാണെങ്കിൽ ഗഫർതു ലക വലാ ഉബാലി, ഞാൻ നിനക്ക് പുറത്തു നൽകുന്നതാണ്, ഞാനതൊന്നും ഗൗനിക്കുകയില്ല. അള്ളാഹു വീണ്ടും വിളിക്കുന്നു, യബ്ന ആദം, അല്ലയോ മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഒരു ഭൂമിയോളം, ഭൂമി നിറയെ പാപങ്ങളുമായിട്ടാണ് നീ എൻ്റെ അടുക്കൽ വരുന്നത്, നീ എന്നെ കണ്ടുമുട്ടുന്നത്. ثم لقيتني لا تشرك بالله شيئا, നീ എന്നെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നീ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർത്തിട്ടില്ല, നീ ശിർക്ക് ചെയ്തിട്ടില്ല, അങ്ങനെയാണ് നീ എന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ആ ഭൂമിയെ അത്ര തന്നെ മഗ്ഫിറത്തുമായി, പാപമോചനവുമായി ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് പാപമോചനം ചോദിക്കുക, അതിൻ്റെ സമയമാണ് രാത്രിയുടെ അവസാനത്തെ 1/3 അള്ളാഹു ഇറങ്ങി വരുന്ന സമയമാണ്. അള്ളാഹു പ്രത്യേകമായി നമ്മോട് അതിന് പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ സമയം അത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എന്നിട്ട് ഇമാം ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, റവാ ദാക ഖൗമുൻ ലാ യുറദ്ദു ഹദീസുഹും, അള്ളാഹുവിൻ്റെ നുസൂൽ, അള്ളാഹു ഇറങ്ങുമെന്നുള്ള കാര്യം അത് ഒരു കൂട്ടം ആളുകൾ, വിശ്വസ്തരായ ആളുകൾ ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അവരുടെ ഹദീസുകൾ അത് തള്ളപ്പെടാൻ കഴിയുകയില്ല. അപ്പോൾ മുതവാത്തിറായ ഹദീസാണ്. എന്താണ് മുതവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ? ധാരാളം സഹാബികൾ, ഒരു കൂട്ടം സഹാബികൾ റസൂലിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസാണ്. അതൊരിക്കലും കളവാകാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത ഹദീസുകളാണ് മുതവാത്തിറായ ഹദീസുകൾ. നാം മുമ്പ് അള്ളാഹുവിൻ്റെ റുയത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, അള്ളാഹുവിനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതാണ് ഖിയാമത്ത് നാളിൽ വെച്ച്. അതും എന്താണ്? മുതവാത്തിറായ ഹദീസാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ നുസൂൽ അതും മുതവാത്തിറായ ഹദീസാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അലാ ഖാബ ഖൗമുൻ കദ്ദബൂഹും വഖുബ്ബിഹു, അതിനെ തള്ളുന്നവർ, അതിനെ നിഷേധിക്കുന്ന ആളുകൾ, അവർ പരാജയപ്പെടുകയും നിന്ദ്യരാവുകയും ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. 27ഓളം സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം, ഇമാം അദ്ദഹബി, ഇമാം അസ്സുയൂത്തി, അതുപോലെ ഇമാം അൽ കത്താനി റഹിമഹുമുല്ലാഹ്, അവരെല്ലാവരും ഈ ഒരു കാര്യം രേഖപ്പെടുത്തിയതായി കാണാം. ഹാഫിദ് അൽ ഹകമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, وقد روى الثقات عن خير الملا بأنه عز وجل وعلا, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത്, വിശ്വസ്തരായ സഹാബത്ത് ഉദ്ധരിക്കുകയാണ്, ഫീ സുലുസുൽ ലൈലിൽ അഖീരി യൻസിലു, രാത്രിയുടെ 1/3 അതിൻ്റെ അവസാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങുന്നതാണ്. യഖൂലു ഹൽ മിൻ തായിബിൻ ഫയുഖ്ബിലു, എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, എന്നോട് പാപമോചനം തേടുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനത് സ്വീകരിക്കുന്നതാണ്. ഹൽ മിൻ മുസീഇൻ താലിബിൻ ലിൽ മഗ്ഫിറ, പാപമോചനം തേടുന്ന തെറ്റുകാർ, അങ്ങനെ തെറ്റ് ചെയ്തു പോയ ആരെങ്കിലും ഉണ്ടോ?
യജിദ് കരീമൻ ഖാബിലൻ ലിൽ മഅദിറ, അവന് മാപ്പ് നൽകുന്ന ഉദാരവാനായ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവനെ കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ഏതാണ് ഹദീസ്? ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ 1/3 അത് അവസാനത്തെ 1/3. എന്നിട്ട് പറയുന്നു ഫയഖൂലു, എന്നിട്ട് അല്ലാഹു പറയുകയാണ്, മൻ യദ്ഊനി ഫഅസ്തജീബ ലഹു, ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്, എന്നോട് തേടുന്നത്, ഞാൻ അവന് ഉത്തരം നൽകുന്നതാണ്. മൻ യസ്അലുനി ഫഉഅതിയഹു, ആരാണ് എന്നോട് ചോദിക്കുന്നത്, ഞാൻ അവന് അത് നൽകുന്നതാണ്. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ആരാണ് എന്നോട് പാപമോചനം ചോദിക്കുന്നത്, ഞാൻ അവന് മാപ്പാക്കുന്നതാണ്, അവന് പുറത്തു കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഈ ഹദീസിൽ അള്ളാഹുവിൻ്റെ 3 സിഫാത്തുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നുസൂൽ, അള്ളാഹു ഇറങ്ങുമെന്നുള്ള സിഫത്ത്. രണ്ടാമത്തേതോ അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹു സംസാരിക്കും, അള്ളാഹു പറയാണ് ഫയഖൂലു. അതുപോലെ തന്നെ അള്ളാഹു അൽ ഉലൂ, അള്ളാഹു ഉന്നതിയിലുള്ളവനാണ്. അതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. കാരണം എങ്ങനെയാണ്? നുസൂൽ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനാണ് നുസൂൽ എന്ന് പറയുക. അപ്പോൾ അള്ളാഹു എവിടെയാണ്? അള്ളാഹു ഏറ്റവും ഉന്നതിയിലാണ്. അള്ളാഹുവിൻ്റെ ഉലൂ എന്ന സിഫത്തിനെയും ഈ ഹദീസ് അറിയിക്കുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ അള്ളാഹു അൽ ഉലൂ, അള്ളാഹു ഏറ്റവും ഉയർന്നവനാണ്, എല്ലാത്തിനേക്കാളും ഉയർന്നവനാണ് എന്നറിയിക്കുന്ന ധാരാളം തെളിവുകളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണെന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്തിൻ്റെ തെളിവാണ്? അള്ളാഹു ഉന്നതിയിലുള്ളവനാണ്, അള്ളാഹു അൽ അലിയാണ് എന്നുള്ളതിന് തെളിവാണ്. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ചില കാര്യങ്ങൾ ഉയർന്നു പോകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ്, നല്ല വാക്കുകൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നു. അപ്പോൾ അള്ളാഹു എവിടെയുള്ളവനാണ്? അള്ളാഹു ഉലൂവിലുള്ളവനാണ് എന്നതിന് ഇത് തെളിവാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ അൽ അലിയ് എന്ന പേര് അത് വ്യക്തമായി വന്ന ആയത്തുകളുണ്ട്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അതുപോലെ തന്നെ വഹുവൽ അലിയുൽ അദീം, ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ അത് അവൻ ഉലൂവിലാണ്, അള്ളാഹുവിൻ്റെ ഉലൂവ് എന്ന സിഫത്തിനെ സ്ഥിരപ്പെടുത്തുന്നതാണ്. അങ്ങനെ ധാരാളം തെളിവുകളുണ്ട്. അള്ളാഹുവിൻ്റെ ഉലൂവിനെ അറിയിക്കുന്ന ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അള്ളാഹു ഇറങ്ങുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മൾ മുമ്പ് പറഞ്ഞു, രാത്രിയുടെ അവസാനത്തെ 1/3. രണ്ടാമത്തെ സമയം ഏതാണ്? അറഫാ ദിനത്തിൽ വൈകുന്നേരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫാ ദിനത്തേക്കാൾ കൂടുതൽ അടിമകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല. എന്നിട്ട് പറയുകയാണ്, വ ഇന്നഹു ലയദ്നു, ആ ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല അറഫയിലുള്ള ആളുകളോട് അവരോട് അടുക്കുന്നതാണ്. എന്നിട്ട് സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, എന്നിട്ട് മലക്കുകളോട് അള്ളാഹു അവരെക്കുറിച്ച് അഭിമാനം പറയുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവിടെ അദ്ദുനുവു എന്നുള്ള വാക്കാണ് നുസൂൽ എന്നതിന് പകരമായി ഇവിടെ വന്നിട്ടുള്ളത്. എന്നാൽ മറ്റ് ഹദീസുകളിൽ അന്നുസൂൽ എന്നുള്ള വാക്ക് തന്നെ വന്നതായി കാണാം. അവിടുന്ന് പറയുന്നു, മാ മിൻ യൗമിൻ അഫ്ളല ഇൻദല്ലാഹി മിൻ യൗമി അറഫ, അറഫാ ദിനത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ദിനവും അള്ളാഹുവിൻ്റെ അടുക്കലില്ല. യൻസിലുല്ലാഹു തബാറക വ തആല ഇല സമാഇ ദുനിയ, അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനോട് അടുത്ത ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നുസൂലുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമുക്ക് 3 തിരിക്കാം ജനങ്ങളെ. ഒന്നാമത്തെ വിഭാഗം ആളുകൾ അവരാരാണ്? അള്ളാഹുവിൻ്റെ നുസൂലിനെ സൃഷ്ടികളുടെ നുസൂലുമായി സാദൃശ്യപ്പെടുത്തിയ ആളുകൾ. നമ്മൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കയ്യിനെ സൃഷ്ടികളുടെ കയ്യുമായി സാദൃശ്യപ്പെടുത്തിയ ആളുകൾ, മുശബ്ബിഹകൾ. അത് ശിർക്കാണ്, അത് കുഫ്റാകുന്ന കാര്യമാണ്. മൻ ശബ്ബഹ അല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫർ, ആരെങ്കിലും അള്ളാഹുവെ അവൻ്റെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തിയാൽ അവൻ കാഫിറായിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? അവർ ജഹ്മികളും മുഅ്തസില അതുപോലെ അശാഇറ പോലെയുള്ള പിഴച്ചുപോയ ആളുകൾ. അവർ അള്ളാഹുവിൻ്റെ നുസൂലിൻ്റെ അതിനെ നിഷേധിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർ നിഷേധിക്കുന്നത് ഇപ്പോൾ അള്ളാഹുവിൻ്റെ നുസൂൽ എന്ന സിഫത്തിനെ അതിനെ നിഷേധിക്കുന്നവരാണ് ജഹ്മികളും മുഅ്തസിലാക്കളും അശാഇറകളും. ഇവരൊക്കെ പിഴച്ചുപോയ വിഭാഗമാണ്. പക്ഷെ അവർ നിഷേധിക്കാൻ അവർക്ക് പലർക്കും പല ന്യായങ്ങളാണ്. ചിലർ നിഷേധിക്കുന്നത് എങ്ങനെയാണ്? അവർ അള്ളാഹുവിൻ്റെ നുസൂലിന് അവരെന്ത് പറയും? അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കറിയില്ല, അത് തഫ്വീദ് ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല.
അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ നുസൂലിനെ അവർ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവർ എന്താക്കുന്നില്ല, സ്ഥിരപ്പെടുത്തുന്നില്ല. അവർക്കാണ് തഫ്വീലിൻ്റെ ആളുകൾ എന്ന് പറയുക. അവരെന്താണ്, അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ അതിൻ്റെ അർത്ഥവും അതിൻ്റെ രൂപവുമൊക്കെ അതൊന്നും അറിയില്ല, എല്ലാം അള്ളാഹുവിലേക്ക് വിടുകയാണ്. എന്നാൽ അഹ്ലുസുന്ന അങ്ങനെയല്ല. അഹ്ലുസുന്നക്ക് എന്തറിയാം, അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ അർത്ഥം അറിയാം, പക്ഷെ അതിൻ്റെ കൈഫിയത്ത് രൂപം എന്താണില്ല, രൂപം അറിയില്ല. രൂപമാണ് അവർ എന്താക്കുന്നത്, അള്ളാഹുവിലേക്ക് വിടുന്നത്. എന്നാൽ പിഴച്ചുപോയ ആളുകളോ അവർക്ക് അതിൻ്റെ അർത്ഥവും അതിൻ്റെ കൈഫിയത്തും അത് രണ്ടും അത് നമുക്കറിയില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് വിടുന്നവരാണ്. മറ്റു പിഴച്ച ആളുകൾ അവരതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ്. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, യൻസിലു റഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ്. അല്ലെങ്കിൽ ഔ മലക്കും മിനൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കിറങ്ങുമെന്നാണ് അർത്ഥം. അള്ളാഹു ഇറങ്ങുന്ന പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മലക്കിറങ്ങുമെന്നാണ്. അതല്ലെങ്കിലോ യൻസിലു അംറുഹു, അള്ളാഹുവിൻ്റെ കൽപ്പന ഇറങ്ങുമെന്നാണ്. അപ്പോൾ ഈ 3 ദുർവ്യാഖ്യാനങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുക. ഇതിനുള്ള മറുപടി എങ്ങനെയാണ്? പണ്ഡിതന്മാർ പറയുകയാണ്, മലക്കുകൾ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നുള്ളത് അതെപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് രാത്രിയുടെ അവസാനത്തിൽ മാത്രമല്ല, അതെപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മലക്കുകൾ അവർ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അത് ആകാശത്ത് മാത്രമല്ല, ഒന്നാം ആകാശത്തേക്ക് മാത്രമല്ല, അവർ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്തും അതും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഹദീസിൽ വന്ന വാക്യം എന്താണ് ഇറങ്ങി വന്നിട്ട് എന്താണ് പറയുന്നത്? ആരാണ് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. ആരാണ് എന്നോട് ചോദിക്കുന്നത്, ഞാൻ അവന് നൽകാം. ഇത് മലക്കുകൾ പറയോ? ഇല്ല. അത് കുഫറിന്റെ വാക്കമാണ്, ശിർക്കിന്റെ വാദമാണ്. അതുപോലെ റഹ്മത്ത്, അള്ളാഹുവിന്റെ റഹ്മത്ത് അങ്ങനെ പറയോ? ഇല്ല. അതും അവരുടെ ദുർവ്യാഖ്യാനത്തിന്റെ പൊള്ളത്തരമാണ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും എന്നായിരുന്നുവെങ്കിൽ ഹദീസിൽ എങ്ങനെയാണ് വരിക? യൻസിലു എന്നല്ല വരിക, മറിച്ച് തൻസിലു. കാരണം റഹ്മത്ത് എന്നുള്ള വാക്ക് മുഅന്നസാണ്. അപ്പോൾ യൻസിലു എന്നല്ല വരേണ്ടത്. എന്താണ് വരേണ്ടത്? തൻസിലു എന്നാണ് വരേണ്ടത്. അതും അവർക്കുള്ള മറുപടിയായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ഇവിടെ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഈ നിഷേധിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിൻ്റെ ഉലൂവിനെ അംഗീകരിക്കാത്തവരാണ്. അപ്പോൾ ഇറങ്ങുമെന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ നുസൂൽ ഇറങ്ങുമെന്ന് പറയുമ്പോൾ, റഹ്മത്ത് ഇറങ്ങുമെന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഉലൂവിനെ അവർ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യം അവർ തന്നെ അംഗീകരിക്കാത്ത, അവർ ഉലൂവിനെ നിഷേധിക്കുന്ന കാര്യത്തെയാണെന്ത് അതോടൊപ്പം ചേർന്ന് വരുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നുസൂലുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അത് കേൾക്കുന്നത് അത് ജഹ്മികൾക്ക് അല്ലെങ്കിൽ മുഅത്തിലകൾക്ക് അവർക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കിയ കാര്യമാണ്. ഇമാം ജാരിമി റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, അന്നഹു അഗ്യദു ഹദീസിൻ ലിൽ ജഹ്മിയ്യ, ജഹ്മികൾക്ക് ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന ഹദീസാണെന്ത്? അള്ളാഹുവിൻ്റെ നുസൂലുമായി ബന്ധപ്പെട്ട ഹദീസ്. അതിൽ അള്ളാഹുവിൻ്റെ ഉലൂ എന്ന സിഫത്തുണ്ട്, അള്ളാഹുവിൻ്റെ നുസൂൽ എന്ന സിഫത്തുണ്ട്, അള്ളാഹുവിൻ്റെ കലാം എന്ന സിഫത്തുണ്ട്. അതുകൊണ്ട് അവർക്ക് ഏറ്റവും വെറുപ്പുള്ള ഹദീസായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഹദീസാണെന്ത്? ഹദീസു അൻ-നുസൂൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതായി നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകൾ അത് പഠിക്കുന്ന സന്ദർഭത്തിൽ അതിൽ പിഴവ് പറ്റാതിരിക്കാൻ പ്രധാനമായും 3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. ഒന്നാമത്തേത് എന്താണ്? ഇസ്ബാതുഹ, അത് നാം സ്ഥിരപ്പെടുത്തുക. ഖുർആനിലും സുന്നത്തിലും എങ്ങനെയാണോ വന്നിട്ടുള്ളത് അപ്രകാരം വിശ്വസിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക. അതിനെ സൃഷ്ടികളുമായി താരതമ്യപ്പെടുത്തുവാനോ അതിനെ ദുർവ്യാഖ്യാനിക്കുവാനോ അതിന് തെറ്റായ അർത്ഥങ്ങൾ നൽകുവാനോ ഒന്നും പാടില്ല. എങ്ങനെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് അതുപോലെ അതിനെന്താക്കുക? വിശ്വസിക്കുക. ഇതാണ് ഒന്നാമത്തെ മാർഗം, തെറ്റിപ്പോകാതിരിക്കാനുള്ള ഒന്നാമത്തെ മാർഗം അതാണ്. രണ്ടാമത്തേത് നഫ്യു മുമാസലതിഹാ ബിസിഫാത്തിൽ ഖൽഖ്, സൃഷ്ടികളുടെ വിശേഷണങ്ങളുമായി അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സാദൃശ്യപ്പെടുത്താതിരിക്കുക. അതിന് 3 ആയത്തുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ലൈസ കമിസ്ലിഹി ഷൈഉൻ, രണ്ടാമത്തേത് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവെ പോലെ ഒരാളും തന്നെയില്ല. അതുപോലെ ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് ഉപമകൾ പറയാൻ പാടില്ല. ഈ 3 ആയത്തുകൾ അത് നമ്മൾ പഠിച്ചു വെക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏത് സിഫത്ത് കേൾക്കുമ്പോഴും പിന്നീട് നമ്മുടെ മനസ്സിലേക്ക് സൃഷ്ടികളുടെ അത് കടന്നു വരാൻ പാടില്ല. കാരണം അള്ളാഹു അവൻ സൃഷ്ടികളെ പോലെയേ അല്ല, അവന് തുല്യനായി അവനെപ്പോലെ ഒരാളുമില്ല എന്ന അടിസ്ഥാനം അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അസ്സിഫാതു തഖ്തലിഫു ബിഖ്തിലാഫി മൗസൂഫിഹാ, നാം ആരെയാണോ നാം വിശേഷിപ്പിക്കുന്നത് ആ വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തു അല്ലെങ്കിൽ ആ കാര്യം അത് മാറുന്നതിനനുസരിച്ച് ആ വിശേഷണത്തിൽ എന്തുണ്ടാവും? ഏറ്റ വ്യത്യാസമുണ്ടാവും. അത് ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഖുവ്വത്തുൽ ബഈർ, ഒട്ടകത്തിൻ്റെ ശക്തി,
അത് നമ്മൾ ഒട്ടകത്തിലേക്കാണ് ചേർത്തത്. ഇനി ഇതേ കാര്യം നമ്മൾ ഖുവ്വത്തുൻ നംലി ഉറുമ്പിലേക്ക് ചേർക്കുകയാണ്. ഇവിടെ നമ്മൾ ആരിലേക്കാണോ ചേർക്കപ്പെട്ടത് അതിനനുസരിച്ച് എന്താണ് ആ വിശേഷണത്തിൽ ഏറ്റവും വ്യത്യാസമുണ്ടാകും. ഇത് സൃഷ്ടികൾക്കിടയിലുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് സൃഷ്ടികളിൽ നിന്നും പൂർണ്ണമായും വേറിട്ടവനായ ഖാലിഖായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളും സൃഷ്ടികളുടെ വിശേഷണങ്ങളും ഒരുപോലെയാകുന്നത്? അത് ഒരിക്കലുമില്ല. അതുകൊണ്ട് അള്ളാഹു വയബ്ഖാ വജ്ഹു റബ്ബിക്, അള്ളാഹുവിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് യോജിച്ച രൂപത്തിലാണ്. കാരണം അത് അള്ളാഹുവിലേക്കാണ് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ യൻസിലു റബ്ബുന, നമ്മുടെ റബ്ബ് ഇറങ്ങും എന്ന് പറഞ്ഞാൽ ആ ഇറക്കം അത് അള്ളാഹുവിലേക്കാണ് ചേർക്കപ്പെട്ടത്. അപ്പോൾ അതിനനുസരിച്ച് അതിലെന്തുണ്ടാകും? ഏറ്റവും വ്യത്യാസമുണ്ടാകും. അതൊരിക്കലും സൃഷ്ടികളുടെ വിശേഷണങ്ങൾ പോലെയല്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് അലിത്തിഫാഖു ഫിൽ അസ്മാഇ ലാ യസ്തൽസിമുൽ ഇത്തിഫാഖ ഫിസ് സിഫാത്ത്. ഒരേ പേരായി ഒരേ നാമമായി എന്നതുകൊണ്ട് അതിൻ്റെ ആ വിശേഷണവും എന്താകണമെന്നില്ല, ഒരുപോലെ ആകണമെന്നില്ല. രണ്ട് കാര്യങ്ങൾക്കും ഒരേ പേരാണ്, പക്ഷേ അത് രണ്ടും ഒരേപോലെയാകണമെന്നില്ല. ഉദാഹരണം എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമുക്ക് പറയാം യദുൽ ഇൻസാൻ, മനുഷ്യൻ്റെ കൈ. അവിടെ എന്താണ് പറയുന്നത്? യദ് എന്നാണ് വാക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതേ കാര്യം തന്നെ യദുൽ ബഊദത്ത് എന്ന് പറഞ്ഞാൽ കൊതുകാൻ, കൊതുകിൻ്റെ കൈ എന്ന് പറയും. ഇവിടെ രണ്ടിനും ഒരേ വാക്കാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വാക്യം ഇസ്മ പേര് ഒന്നായി എന്നതുകൊണ്ട് അതിൻ്റെ രൂപവും അതിൻ്റെ യാഥാർത്ഥ്യവും എന്താകണമെന്നില്ല, ഒരുപോലെയാകണമെന്നില്ല. ഇപ്പോൾ നമ്മൾ സംസാരിക്കും, സൃഷ്ടികളെല്ലാവരും സംസാരിക്കും. കലാം എന്ന വിശേഷണമുണ്ട് നമുക്ക്. പക്ഷേ എല്ലാവരുടെ സംസാരവും ഒരുപോലെയാണോ? അല്ല, അതിൽ വ്യത്യാസമുണ്ട്, ഏറ്റവും വ്യത്യാസമുണ്ട്. നമ്മുടെ കൈ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ കൈയും വ്യത്യസ്തമാണ്. അത് സൃഷ്ടികൾക്കിടയിൽ തന്നെ വ്യത്യാസമാണ്. പിന്നെ എങ്ങനെയാണ് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ യദ്, അള്ളാഹുവിൻ്റെ വജ്ഹ്, അത് ആ പേരിൽ മാത്രം യോജിച്ചു എന്നതുകൊണ്ട് എങ്ങനെയാണ് അത് സൃഷ്ടികളുമായി അത് ഒരുപോലെയാവുക? ഒരിക്കലും ഇല്ല. ഇനി മൂന്നാമത്തെ കാര്യം, സിഫാത്തുകൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ രൂപം അത് നാം അന്വേഷിച്ചു പോകേണ്ടതില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ രൂപം നമുക്ക് അറിയിച്ചു നൽകിയിട്ടില്ല. അള്ളാഹു ഇറങ്ങും എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഇറക്കത്തിൻ്റെ രൂപം നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സലഫുകൾ അവരുടെ വാക്കിൽ നമുക്ക് കാണാം ബിലാ കൈഫ്, രൂപം പറയാതെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് രൂപമില്ലാതെ എന്നല്ല. അള്ളാഹുവിൻ്റെ സിഫാത്തുകൾക്ക് രൂപമുണ്ട്. കാരണം രൂപമില്ലാത്ത ഒരു കാര്യത്തിന് എന്തില്ല, നിലനിൽപ്പില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾക്ക് രൂപമുണ്ട് എന്ന് തന്നെയാണ് അഹ്ലുസുന്ന വിശ്വസിക്കുന്നത്. പക്ഷേ അതിൻ്റെ രൂപത്തിനെ കുറിച്ചുള്ള അറിവ്, ഇൽമ്, അത് അള്ളാഹു നമുക്ക് അറിയിച്ചു നൽകിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് അത് അറിയിച്ചു നൽകിയിട്ടില്ല. എന്തുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅ അവർ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ, അതിൻ്റെ രൂപത്തെക്കുറിച്ച് സംസാരിക്കാത്തത്? എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാർ പറയുകയാണ്, ഒരു കാര്യത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് അത് ആ കാര്യത്തിൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്തിനെ കുറിച്ച് നമുക്കറിയില്ല, പിന്നെ അള്ളാഹുവിൻ്റെ രൂപത്തെക്കുറിച്ചും അത് നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല, മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു വസ്തു അതിൻ്റെ കൈഫിയത്ത്, അതിൻ്റെ രൂപം മനസ്സിലാക്കാൻ 3 മാർഗങ്ങളാണുള്ളത്. 3 മാർഗങ്ങൾ. ഒന്നാമത്തേത് എന്താണ്? ഇമ്മാ ബിർറുയ, അത് നേരിട്ട് കാണണം. നേരിട്ട് കാണുമ്പോൾ നമുക്കതിൻ്റെ രൂപം മനസ്സിലാകും. നമ്മൾ സൃഷ്ടികളുടെ ഒരു ഉദാഹരണം എടുക്കുക. ഒരു പുതിയ ഒരു കാറ് ഇറങ്ങി എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ രൂപം ഇന്നതാണ് എന്നൊരു വ്യക്തി പറയണമെങ്കിൽ അവനെന്താക്കണം? ഒന്നുകിൽ അത് കാണണം, നേരിട്ട് കാണണം. അപ്പോൾ അവനെന്താകാം? അതിൻ്റെ രൂപം മനസ്സിലാക്കാം. അതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തേത് ഇമ്മാ ബിറുഇയതി നദീരിഹി, അതുപോലെയുള്ള മറ്റൊന്ന് കാണണം. അപ്പോൾ ഒരാൾ പറയാണ് ഇന്നൊരു കാർ ഇറങ്ങിയിട്ടുണ്ട്, അത് ഈ കാറ് പോലെയാണ്. അപ്പോൾ എന്തായി? അതിൻ്റെ രൂപം മനസ്സിലായി, അതുപോലെയാണ്, രണ്ടും ഒരുപോലെയാണ്. അതല്ലെങ്കിലോ മൂന്നാമത്തെ കാര്യം എന്താണ്? ഔ യുഖ്ബിറുക സ്സാദിഖു അൻഹാ, ഈ കാറ് കണ്ട ഒരു സത്യസന്ധനായ ഒരു വ്യക്തി ആ കാറിനെ കുറിച്ച് നിനക്ക് വ്യക്തമായി വിശദീകരിച്ച് നൽകുകയാണ്. അപ്പോൾ നിനക്കെന്തായി? അതിൻ്റെ രൂപം മനസ്സിലായി. ഇതാണ് 3 രൂപമാണുള്ളത്. കൈഫിയത്ത് അറിയാൻ 3 രൂപമാണുള്ളത്. ഇത് സൃഷ്ടികൾ ഏത് കാര്യവും അങ്ങനെയാണ്. ഇനി നമ്മൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി വരിക. അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും? ഇല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ദുനിയാവിൽ വെച്ച് ഒരാളും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇസ്രാ മിഅ്റാജിൽ കണ്ടിട്ടില്ല എന്നതാണ് ശരിയായ അഭിപ്രായം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. അപ്പോൾ അള്ളാഹുവിനെ ഒരാളും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ രൂപം അറിയുക? അപ്പോൾ ഒന്നാമത്തെ മാർഗം അത് ഇല്ലാതെയായി. രണ്ടാമത്തേതോ, അള്ളാഹുവെ പോലെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുള്ള, അള്ളാഹുവിന് തുല്യനായി അതുപോലെ മറ്റൊന്നില്ല. അപ്പോൾ അള്ളാഹുവെ പോലെ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അറിയണമെങ്കിൽ അള്ളാഹുവെ പോലെയുള്ള മറ്റൊന്നിനെ നോക്കിയാൽ മതി എന്ന് പറയാൻ ഒന്നും തന്നെയില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്. മൂന്നാമതോ, അള്ളാഹുവെക്കുറിച്ച് നിനക്ക് സത്യസന്ധമായ വാർത്ത അറിയിച്ചു നൽകിയ
ആരാളാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകളാണ് അറിയിച്ചു നൽകിയത്. ആ സിഫാത്തിൻ്റെ കൈഫിയത്ത് അറിയിച്ചു നൽകിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ യദിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വജ്ഹിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ നുസൂലിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ അസാബിയകളെ വിരലുകളെക്കുറിച്ച് ഇതിനൊക്കെ അറിയിച്ചു നൽകിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ രൂപം നമുക്ക് അറിയിച്ചു നൽകിയിട്ടില്ല. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും അള്ളാഹുവിൻ്റെ സിഫാത്തിൻ്റെ വിഷയത്തിൽ എന്താണ്? ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് അഹ്ലുസുന്ന വൽ ജമാഅ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ രൂപം പറയാത്തത്. രൂപം ഇല്ല എന്നല്ല പറയുന്നത്, മറിച്ച് അതിന് രൂപമുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും നാം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പിഴച്ച വാദങ്ങളിൽ നിന്നും കക്ഷികളിൽ നിന്നും നമുക്ക് വേറിട്ട് നിൽക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നയുടെ മാർഗ്ഗത്തിൽ നാം ഏവരെയും അടിയുറച്ച് നിൽത്തുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.